പിന്നെ മൂന്നാമതുള്ളതാണ് ഞങ്ങൾ വന്ന ബോട്ട് സർവീസ്. പെർ ഹെഡ് 200 രൂപ നിരക്കിലും സ്പീഡ് ബോട്ട് ആണെങ്കിൽ 1000 രൂപ നിരക്കിലും ഞങ്ങൾ വന്ന ജെട്ടിയിൽ നിന്നുമുണ്ട്. അതല്ല, മുഹമ്മ ജെട്ടിയിൽ നിന്നാണ് നിങ്ങൾ ഈ ബോട്ട് സർവീസ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് കേട്ടോ. സ്പീഡ് ബോട്ടിനൊക്കെ ഏകദേശം 2500 രൂപയോളം ഈടാക്കും. കാരണം അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട് ഈ ദ്വീപിലേക്ക് എത്തിപ്പെടാൻ. പക്ഷേ ഞങ്ങൾ വന്ന കായപ്പുറം ജെട്ടിയിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും കുറവ് ദൂരമുള്ളത്. അതുകൊണ്ട് തന്നെ പെർ ഹെഡ് 200 രൂപയ്ക്ക് നമുക്കത് കിട്ടി. പിന്നെ ബോട്ട് സർവീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ നോർമൽ ബോട്ട് എന്ന് വെച്ചാൽ കുമരകം ബോട്ടിൽ കയറിയാണ് വരുന്നതെങ്കിൽ അത് ഏകദേശം 3 മണിക്കൂർ സമയമെടുക്കും ഈ ദ്വീപിൽ എത്തിപ്പെടാൻ. മുഹമ്മയിൽ നിന്നാണെങ്കിലും ഏകദേശം 1/4 മണിക്കൂറോളം എടുക്കും. പക്ഷേ ഞങ്ങൾ വന്നതാണെങ്കിൽ ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇപ്പുറത്ത് എത്തിപ്പെടാനും പറ്റും. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ സ്ഥലത്തു നിന്നുമുള്ള ദൂരവും സമയവും റേറ്റും. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടാണ് നിങ്ങൾ യാത്ര തുടങ്ങുന്നതെങ്കിലേ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനും ആസ്വാദ്യകരമാക്കാനും നിങ്ങൾക്ക് പറ്റും. കാരണം ഈ കായലിലൂടെയുള്ള യാത്ര ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് ആ 3 മണിക്കൂർ യാത്ര ഭയങ്കര രസമായിരിക്കും കേട്ടോ.